ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശില്പ എന്ന് പറഞ്ഞ പെൺകുട്ടി തൻ്റെ ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ശില്പ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി തൻ്റെ ഭർത്താവിനെക്കുറിച്ചും ഭർത്താവിൻ്റെ ഉണ്ടെങ്കിൽ കാമുകിയെക്കുറിച്ചാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏതോ ഒരു സ്ത്രീയെ നിൽക്കുന്നതും ഇവരിങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് അവളെ കൊണ്ടുപോകുന്ന അവളുടെ മുഖമൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തെ പോലീസ് പറയുന്നതുകൊണ്ട് ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേന് ഈ ഒരു ശില്പ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ ഇല്ല, എനിക്ക് എടുക്കാൻ പറ്റും, അതിനുള്ള അധികാരം എനിക്കുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു സ്ത്രീയുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ വേറെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇതിന് ശേഷം ഒരു വീഡിയോ ആണ് ഈ ഒരു ശില്പ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഈ ഒരു വീഡിയോയ്ക്കകത്തും ഈ ഒരു ശില്പ ഉണ്ടെങ്കിൽ ഭർത്താവായിട്ടുള്ള വിഷ്ണുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഒരു ശില്പയും അതുപോലെ തന്നെ വിഷ്ണു ഈ ഒരു ശില്പ ഉണ്ടെങ്കിൽ ഈ വിഷ്ണുവിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഏകദേശം 16 വയസ്സാണെന്നാണ് ഈ ശില്പ അതിനകത്ത് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായത്. അതിനുശേഷം ഇപ്പം ഈ ഒരു ശില്പ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് 26 വയസ്സാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വർഷം 10 വർഷം ഒരുമിച്ചൊക്കെ ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും, എന്നാൽ പോലും ഒന്ന് ചേരും എന്നുള്ള രീതിയിലും തനിക്ക് വിഷ്ണുവിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം കൂടി ശില്പ പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇതേ കണക്ക് ഒരു പ്രശ്നമൊക്കെ നടന്നതിന് ശേഷം ഈ ഒരു വിഷ്ണു ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് 2 കുട്ടികളാണുള്ളത്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. കൊച്ചുങ്ങളാണ്, സ്കൂളിൽ 4ലോ 3ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇതേ കണക്ക് വീട്ടിൽ നിന്ന് ഈ ഒരു വിഷ്ണു ഉണ്ടെങ്കിൽ പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇതിന് ശേഷം കുറച്ച് നാളായിട്ടും ഇവനെ കാണുന്നതൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇവർ വേറൊരു വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ ഒരു വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ജോലി ചെയ്യണം. ഒരാൾ ഹോം നേഴ്സായിട്ട് എന്തോ വർക്ക് ചെയ്യുകയാണ്, അച്ഛനും എന്തോ ജോലിയാണ് ചെയ്യുന്നത്. അവർ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഈ വിഷ്ണു ഇതേ കണക്ക് വീട്ടിൽ നിന്നും ഇവരെ വാടക വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയതിന് ശേഷം കുറച്ച് ദിവസം കാണുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു വിഷ്ണു ഈ പുതിയ കാമുകിയായിട്ടുള്ള പെണ്ണിനെ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് അമ്മയും അച്ഛൻ്റെയും അവരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ആരുമില്ല. അവിടെ ചെന്ന് 7 ദിവസം അവർ ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ഒരു കാമുകിയായിട്ട് വന്ന ആ പെണ്ണുണ്ടെങ്കിൽ താഴത്തെ കടയിൽ വന്നിട്ട് സാധനങ്ങളെന്തോ സോപ്പ് പൊടി എന്തോ വാങ്ങാൻ വേണ്ടി വന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട് ആരാണെന്ന് ചോദിച്ച സമയത്ത് അവിടുത്തെ വിഷ്ണുവിൻ്റെ ഭാര്യയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു കാമുകി പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോഴത്തേന് ആ കടക്കാരൻ ചോദിച്ചത് ഭാര്യയോ, ഞങ്ങൾക്കറിയാവുന്ന ഭാര്യ ശില്പയാണ്, നീ എങ്ങനെയാണ് ഭാര്യയാവുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെന്നും ഈ ഒരു ശില്പ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കടക്കാരൊക്കെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ വിവരവും കാര്യങ്ങളൊക്കെ ആ ഒരു വീട്ടിലെ ആ വിഷ്ണുവിൻ്റെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ അമ്മ എന്തോ കോട്ടയത്ത് എന്തോ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഇതറിഞ്ഞതിന് ശേഷം നേരെ ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ശില്പയെ വിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശില്പയെ വിളിച്ചിട്ട് ഇതേ കണക്ക് വിഷ്ണു ഉണ്ടെങ്കിൽ ആരെയോ ഏതൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവർ ഒരുമിച്ച് 7 ദിവസമായിട്ട് താമസിക്കുന്നുണ്ട്, നീ പെട്ടെന്ന് വരണം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശില്പയും ഉണ്ടെങ്കിൽ ഉടനെ ഇട്ടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നേരെ അവിടെ ചെന്നപ്പോൾ ഇവർ ഒരുമിച്ച് താമസിക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആ വഴിയാണ് പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുന്നതുമൊക്കെ. അപ്പോഴത്തേനും അതിന് ശേഷം ഈ ഒരു ശില്പ ഒരു വീഡിയോയിൽ ഈ ഒരു വിഷ്ണുവിനെക്കുറിച്ചും വിഷ്ണുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പിന്നെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചൊക്കെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. വിഷ്ണുവിനെ കൂടെ ഇറങ്ങി വരുന്ന സമയത്ത് ഈ ശില്പയ്ക്ക് 16 വയസ്സാണ് എന്നുള്ളതും അതിനുശേഷം ഇപ്പോൾ 10 വർഷത്തോളമായി. ഇതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം ഉണ്ടെങ്കിൽ വഴക്കിടുകയും ഇറങ്ങിപ്പോവുകയൊക്കെ ഈ ഒരു വിഷ്ണു ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും ഞാനുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. വിഷ്ണുവിനോട് എനിക്ക് ഇപ്പോഴും ആ ഒരു ഇഷ്ടമുണ്ട്. അവൻ ചെയ്ത ഒരുപാട് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവനോട് ഭയങ്കരമായിട്ട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇവൻ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇവൻ ഇന്നും ഇന്നലെയൊന്നുമല്ല, ഒരു ബന്ധമോ 2 ബന്ധമൊന്നുമല്ല, ഒരുപാട് ബന്ധങ്ങൾ അവനുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഇതിൻ്റെയൊക്കെ പിറകെ നടക്കേണ്ട അവസ്ഥയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നതെന്നും ശില്പ പറയുന്നുണ്ടായിരുന്നു. ആദ്യമേ ഇതേ കണക്ക് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചു, അതിനെ ഞാൻ ഒഴിവാക്കി വിടിപ്പിച്ചു. അതിനുശേഷം വേറൊരു പെണ്ണുണ്ടായിരുന്നു, അതും കുട്ടികളൊക്കെ ഉള്ളതാണ്.
അതിനെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഇങ്ങനെ 2-3 പെണ്ണുങ്ങളായിട്ട് ഇതിനു മുമ്പ് ഒരു 3-4 പേരുമായിട്ട് ഉണ്ടായിരുന്ന റിലേഷനൊക്കെ. ആ സമയത്തും ശില്പ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ഒഴിവാക്കി വിടുമായിരുന്നു. പിന്നെ ഇപ്പം വന്നേക്കുന്ന ഈ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്കും ഇതേ കണക്ക് കുട്ടികളുണ്ട്, ഭർത്താവൊക്കെ ഉണ്ട്. അതും കൊച്ചു കുട്ടികൾ, അവരെ കളഞ്ഞിട്ടാണ് ഈ ഒരു വിഷ്ണുവിൻ്റെ കൂടെ വന്നതെന്നുള്ളതാണ് ശില്പ പറയുന്നുണ്ടായിരുന്നത്. ഇതെല്ലാം ഒരുവിധം പരിഹരിക്കാൻ ഞാൻ പെടുന്ന പാടെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇവനാണെങ്കിൽ കുട്ടികളുടെ കാര്യമൊന്നും നോക്കുന്നില്ല, ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി നേരത്തെ ഞാൻ വീഡിയോസ് ഇട്ടായിരുന്നു. ഇവൻ മറ്റ് സ്ത്രീകളോടെയൊക്കെ പോയ സമയത്തുള്ള വീഡിയോസൊക്കെ അന്നത്തെ സമയത്ത് ഇട്ട സമയത്ത് കുറേയധികം പേര് വന്ന് കമൻറ്റിലും ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത് കണക്ക് എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടൊക്കെയാണ് എന്നുള്ള രീതിയിൽ കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കഴിവില്ലാത്തതോ അതൊന്നും ഞാനങ്ങനെ വലിയതായിട്ട് ചിന്തിക്കുന്നില്ല. ഇവനുണ്ടെങ്കിൽ ഇത്രയും പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാതെ എൻ്റെ കുറ്റങ്ങൾ പറയുന്നതാണോ? ഞാനിവനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ ഇവൻ പലരുമായിട്ട് ബന്ധങ്ങളൊക്കെ നടത്താറുണ്ട്. ഞാൻ കുറച്ച് നാളായിട്ട് ഇവനുമായിട്ട് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്കിനി ഒരു പേടിയുണ്ട്, എനിക്ക് വല്ല അസുഖം വരുമോ ഇവൻ്റെ ഈ ഒരു കുറേ പേരുമായിട്ടുള്ള ബന്ധം കാരണം, അതിലൂടെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ അവനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്തത്. അല്ലാതെ എനിക്ക് അവനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. അവനോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്ന് പറയുമ്പോൾ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇവനെ ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇവൻ അതൊന്നും കേൾക്കത്തില്ല. ഇവൻ ഇതിനു മുമ്പ് പണ്ട് അങ്ങനെ ജോലിക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ എന്ത് വിയർപ്പിൻ്റെ അസുഖമൊക്കെ ഉള്ള രീതിയിലാണ്. ഇവനുണ്ടെങ്കിൽ ജോലിക്കൊന്നും പോകുന്നില്ല. നമ്മളുണ്ടെങ്കിൽ ഇവനെ പറഞ്ഞു വിട്ടാൽ പോലും ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് കിട്ടുന്ന കാശ് മൊത്തം കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം തീർക്കും. അവസാനം ഇവനെ ഉണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ടും ഇതേ കണക്ക് തന്നെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ട് മാറ്റമില്ല, എൻ്റെ പൈസ കുറേ പോയതേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ ഇത്തിരി നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇവനൊരു ഓട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ എടുത്ത് കൊടുത്ത് നല്ല രീതിയിൽ നോക്കുമെന്ന് വെച്ചാൽ ഓട്ടോ ഓരോരുത്തർ കൊണ്ട് ഇടിക്കുകയാണ്. 2-3 പ്രാവശ്യം അവിടെ കൊണ്ടൊക്കെ കൊണ്ടിടിച്ച് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളായി. അതിനെല്ലാം പൈസ കൊടുക്കേണ്ട ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം അവൻ്റെ ഓട്ടോ ഞാനിങ്ങ് തിരിച്ച് വാങ്ങിച്ചു. ഇനി എവിടെയെങ്കിലും കൊണ്ടിടിച്ചാൽ കുഴപ്പമില്ല, ആരെങ്കിലും കൊണ്ടിടിച്ചാൽ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇനി അത് എൻ്റെ തലയിലാവും. അത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അതങ്ങ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഓട്ടോ കൊണ്ട് നടക്കുന്ന സമയത്ത് ഇവൻ പല പെണ്ണുങ്ങളുമായിട്ടൊക്കെ ഊര് ചുറ്റൊക്കെ ആയിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന പൈസ വെച്ചിട്ടാണ് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത്, പെട്രോളിന് ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങളായപ്പോഴാണ് ഇവനുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കും. പക്ഷേ ഈ പ്രാവശ്യം ഇത് കണക്ക് സംഭവിച്ചു. ഇതേ കണക്കാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇത് കുറേയധികം പേരെങ്കിലും അറിയണം എന്നുള്ളതും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ശില്പ ഈ ഒരു വീഡിയോ ഇട്ടതിന് താഴെ വന്നിട്ട് ആൾക്കാർ നിനക്ക് വേറെ ജോലിയില്ലേ ഇവൻ്റെ പിറകെ പോകാനെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ ആരുടെ കൂടെയെങ്കിലും പൊയ്ക്കോട്ടെ, നീ ഉണ്ടെങ്കിൽ നിൻ്റെ കുട്ടികളെ നോക്കിയുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുന്നത്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ കുട്ടികളെ നോക്കി നീ ജീവിക്കും. ഇവൻ്റെ പിറകെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് അതിനേ സമയം കാണത്തുള്ളൂ. നിനക്ക് കുറച്ച് ചിന്തിക്കാൻ എല്ലാ കഴിവില്ലേ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഈ ഒരു ശില്പ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയ്ക്കകത്തും ശില്പ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇപ്പോഴും അവനോട് ഇഷ്ടമുണ്ട്, വെറുപ്പൊന്നും ഇല്ല എന്നുള്ള രീതി. ഇവൻ കുറേ അധികം നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എന്തായാലും ഇതിനകത്ത് മൊത്തത്തിൽ ഈ ഒരു ശില്പ പറയുന്നത് ശില്പയുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റുമോ അതോ മറ്റവൻ്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആരുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 16 വയസ്സുള്ളപ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 വയസ്സാണ്. ഇത് 10 വർഷം മുമ്പെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം 2016 അന്നേ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിസ്ക് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ കുറേയധികം പേരുണ്ട് 16-17 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ഭാവിയെ പറ്റി ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിപ്പോവാണ്. കാരണം പണ്ടത്തേക്കാൾ ബുദ്ധിമുട്ടാണ് ഇന്നിപ്പം ജീവിക്കാൻ തന്നെ. എല്ലാ കാര്യങ്ങൾക്കും എല്ലാം ചിലവും കാര്യങ്ങളൊക്കെ കൂടുകയാണ്. അപ്പോൾ ഒരു ആളുമായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് പഠിത്തമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മെച്യൂരിറ്റി അറ്റ്ലീസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഇനി കുട്ടി പെട്ടെന്നാവുകയാണെങ്കിൽ അതിനെ നോക്കണം. ഇങ്ങനെയൊക്കെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നും കല്യാണം കഴിക്കുന്ന 18-21 വയസ്സൊക്കെ ആവണം. അപ്പോഴത്തേന് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അന്ന് എങ്ങനെ നടന്നതെന്ന് എനിക്കും അറിയാൻ വയ്യ, അന്നും നടക്കാത്ത കാര്യമാണ്. അത് ചിലപ്പോൾ ഇനി അന്വേഷിച്ചേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവർ ഈ കാര്യങ്ങൾ കാണിക്കുന്നതായിട്ട് കുറേയധികം പേര് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരോട് പറയാനുള്ള, ദൈവത്തെ ഓർത്ത് ഇവരെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഈ 16 വയസ്സിലൊന്നും കല്യാണം കഴിക്കാനോ ഒന്നും നിൽക്കരുത്. ലൈഫ് കോഞ്ഞാട്ടയായി പോകും. കുറച്ച് നിങ്ങൾ സമ്പാദിക്കുന്നതൊക്കെ ടൈമൊക്കെ എത്തി നിങ്ങൾക്ക് കുറച്ച് മെച്യൂരിറ്റിയൊക്കെ ആവണം. ഒരു 20-25 വയസ്സൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കല്യാണത്തിനെ പറ്റി ചിന്തിക്കുക. അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എടുത്തു ചാടി കുറേയധികം പേര് കല്യാണം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് പിരിയുക. ഇതിനിടെ
കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ തന്നെ 2 കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു കുട്ടികളുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. അവരുടെ ലൈഫല്ലേ. ഈ ഒരു അമ്മയും അച്ഛനും ഇതേ കണക്കാവുന്നു, വീഡിയോസൊക്കെ പുറത്ത് വിടുന്നു. വലുതാകുമ്പോഴത്തേനും അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകാരുടെ പേരൻസ് ഇതൊക്കെ അറിയത്തില്ലേ, അത് അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാക്കും. അപ്പോൾ ഇവരെ പോലെയൊക്കെ ആവുക എന്നൊക്കെ വെച്ചിട്ട് നേരത്തെ കല്യാണം കഴിക്കാം, സ്നേഹമുണ്ടെന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് സ്നേഹമുണ്ടാകാം, ഓക്കെ, ഒരുമിച്ച് ജീവിക്കണോ ജീവിച്ചോ, പക്ഷെ കുറച്ച് വർഷം കൂടി വെയിറ്റ് ചെയ്യും. കുറച്ച് വർഷം വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. നിങ്ങളുടെ സ്നേഹം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റും. അത് വിട്ടിട്ട് ഇതുപോലെ കുറേയധികം പേരുണ്ട്. ഒരാളെ കിട്ടും, കുറച്ച് കഴിയുമ്പോൾ മടുക്കും, വേറൊരാളെ കിട്ടും. പല പല ബന്ധങ്ങളാണ്. ഇപ്പം ഈ ഒരു വിഷ്ണു എന്ന് പറഞ്ഞാൽ അവൻ നല്ലവനല്ല, അവന് കുറേയധികം ബന്ധങ്ങളുണ്ട്, പല പെണ്ണുങ്ങളുമായിട്ട്. ആ പെണ്ണുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ചു, അവർക്ക് പല ഭർത്താക്കന്മാരും കുട്ടികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടാണ് ഇവൻ്റെ കൂടെ വരുന്നതും. ഇന്ന് ആലോചിച്ച് നോക്ക്, കുട്ടികളെയൊക്കെ അങ്ങ് ചുമ്മാ കളഞ്ഞിട്ട് വരും. ഇവരൊക്കെ സ്വന്തം മക്കളെ പോലും വലിയ വിലയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ കാര്യത്തിൽ ശില്പ എന്തായാലും കുട്ടികളാരും നോക്കുന്നുണ്ടല്ലോ. മറ്റേ ഏതോ ഇപ്പോൾ പുതിയതായിട്ട് വന്ന കാമുകിയാണെങ്കിൽ കുട്ടികളെ കളഞ്ഞിട്ടൊക്കെ വന്നെന്ന് പറഞ്ഞ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ എടുക്കുക. ഒരു തീരുമാനം, അത് പ്രത്യേകിച്ച് കല്യാണം പോലത്തെ ഉള്ള തീരുമാനം എടുക്കുമ്പോൾ വളരെ ചിന്തിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ലൈഫ് മൊത്തം നിങ്ങളത് ഓർത്ത് ദുഃഖിക്കത്തേ ഉള്ളൂ.